എല്ലാവർക്കും ആൽഫിന്റെ വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു സ്പൈസി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പൊ വൈകിട്ട് നമുക്ക് ടീ ടൈമിലൊക്കെ ഒരു ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പൊ ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് അതിനകത്ത് കുറച്ച് നല്ല സ്പൈസി മുളക് പൊടി ഇട്ടുണ്ടാക്കുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള അകത്ത് ഭയങ്കര ചെറിയൊരു സ്പൈസി, പുറം നല്ല ക്രഞ്ചി ആയിട്ട് നല്ലൊരു സ്നാക്കാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് എങ്ങനെയുള്ളത് നോക്കിയിട്ട് വരാം. ഇത് ഉണ്ടാക്കാനുള്ള സാധനം ഞാൻ കാണിച്ചു തരാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകപ്പൊടി, എണ്ണ, പിന്നെ അത് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം. ഇത്രയാണ് നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. നമുക്ക് ഇനി ഗോതമ്പ് പൊടി ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഗോതമ്പ് പൊടി പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി, ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ നമ്മുടെ ജീരകം ഒരു ലേശം, കുറച്ച് മതി, ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് മതി. കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ, ഓവറായ ആ ടേസ്റ്റ് എല്ലാം അങ്ങോട്ട് മാറി ഒരുമാതിരി ഒരു ടേസ്റ്റ് ആവും. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിനിറ്റ്, ഇതിനകത്തോട്ട് കുറച്ച് എണ്ണയും കൂടെ, കുറച്ച് എണ്ണ മതി. നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ. ഓക്കെ, ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യട്ടെ. കണ്ടത് ഇതുപോലെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് നല്ലതുപോലെ അതിനകത്ത് ആ മുളക് പൊടിയും ആ മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മുടെ ജീരകവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി വരണം. പിന്നെ നമ്മളിത് കുഴയ്ക്കുമ്പോഴേ നമ്മുടെ ചപ്പാത്തി മാവില്ലേ, അത് കണക്കേ കുഴച്ചെടുക്കും. അവിടെ ലൂസായി പോകരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മുടെ വെള്ളം കുറേശ്ശെ ഒഴിച്ച്, കുറച്ച് ഓവറായിട്ട് വെള്ളം ഒഴിച്ച് നമ്മളങ്ങ് മാവ് ലൂസാക്കി എടുക്കരുത്. കുറേശ്ശെ ഒന്ന് കുഴച്ച് ഇങ്ങനെ അങ്ങോട്ട് കുറേശ്ശെ കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. എനിക്കിപ്പോൾ ഇച്ചിരൂടെ വെള്ളം, കുറച്ച് മാവ് എടുത്ത് നമ്മളിതാ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ മാവ് ഇതിന് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഒത്തിരി അങ്ങ് ഇത്രയൊക്കെ ഒരു ചെറിയ ബോൾസ് ആയിട്ട്, ഇത്രയുള്ള ബോൾസ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എനിക്കിത് ഇത്രയുള്ള ബോൾസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്, 3 ബോൾസ് ആയിട്ട്. പിന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അതിലേക്ക് ഞാൻ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ആ സാധനം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി മാവ് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. നമ്മുടെ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയതായി ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കി എടുക്കണം. ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ ചെറിയതായിട്ട് ഇത്രയും നീളത്തിൽ ഞാനൊന്ന് ആക്കി എടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്.
ഇങ്ങനെയാണ് നമ്മളിത് പരത്തി എടുത്തിട്ട് നല്ല സ്റ്റിക്ക് കണക്കിതാ ഇങ്ങനെ നീളത്തിൽ കണ്ടോ. ഇത്രയും തിന്നായിട്ട് വേണം നമ്മളാക്കി എടുക്കാനായിട്ട്. കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ഇനി ബാക്കിയുള്ളതും ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനകത്തോട്ട്. ഓരോന്ന് വെച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. എനിക്കിത് ഓരോന്നാക്കിയിട്ട് നല്ല ഗോൾഡൻ കളറാകും. ഗായ്സ്, നമ്മുടെ സ്നാക്ക് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ കണ്ടോതാ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടാണ് മൊരിഞ്ഞ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രത്തിലോട്ടിട്ട് മാറ്റുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ക്രിസ്പിയാണ്. കണ്ടോ, അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് മൊരിച്ചെടുത്തിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മുടെ സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര മണമാണ് വരുന്നത് കേട്ടോ, ഭയങ്കര. അപ്പം ടേസ്റ്റ് എങ്ങനെ ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞാൽ എടുത്ത് കഴിച്ച് കാണിച്ചു. നല്ല ക്രഞ്ചി ആയിട്ട് ആ അകത്ത് ആ മുളക് പൊടിയുടെയൊക്കെ ആ ടേസ്റ്റ്, അകത്ത് ആ നല്ല സ്പൈസിയും പിന്നെ പുറത്ത് നല്ല ക്രഞ്ചിയും. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും ഈ സ്നാക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവർ ടാറ്റ.